മരണത്തിനൊരു മണമുണ്ട്. അത് മനസ്സിലാക്കിയത് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെയും പ്രതിപക്ഷത്തുള്ളവരെയും എല്ലാം തന്നെ ഒരു ദയയുമില്ലാതെ പിടിച്ചടക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? കേൾക്കുമ്പോൾ തന്നെ പേടി വന്ന കാര്യമാണ്. എന്നാൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ആദ്യം ചെയ്തത് ഇതായിരുന്നു. തനിക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ 1933 അവൻ നിർമ്മിച്ച ആദ്യത്തെ നരകമാണ് ഡാഹൗ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി ഒരിക്കലും ഈ ഒരു സ്ഥലത്തേക്ക് വരരുതെന്ന്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ പാർപ്പിച്ചത് ഈ കാണുന്ന മരപ്പലകളിലായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും യാതൊരു സ്വകാര്യതയും ഇല്ലാത്ത സ്ഥലം. ഈ വൃത്തിഹീനമായ സാഹചര്യങ്ങളെല്ലാം കാരണം ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ പടർന്ന് 10,000 ഇവിടെ മരിച്ചു വീണു. നാസിപ്പടയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ അവരെ നിർബന്ധിച്ചു. തടവുകാരെ മണിക്കൂറുകളോളം കട്ട പിടിച്ച ഐസ് വെള്ളത്തിൽ മുക്കിവെച്ചു. തണുപ്പ് താങ്ങാനാവാതെ അവർ മരിക്കുന്നത് ഡോക്ടർമാർ നോക്കിയിരുന്നു. വായുവില്ലാത്ത പ്രഷർ ചാമ്പറുകളിൽ മനുഷ്യരെ അടച്ചിട്ട് ശ്വാസമില്ലാതെ തലച്ചോറ് തകരുന്നത് വരെ പരീക്ഷണങ്ങൾ നടത്തി. ദിവസങ്ങളോളം കടൽ വെള്ളം മാത്രം അവർക്ക് കുടിക്കാൻ നൽകി. ദാഹം സഹിക്കാനാവാതെ തറ തുടയ്ക്കുന്ന വെള്ളം വരെ തടവുകാർക്ക് നക്കി തുടയ്ക്കേണ്ടി വന്നു. ഇതുകൂടാതെ മലേറിയ, ക്ഷയം തുടങ്ങിയ മാരക രോഗങ്ങളുള്ള അണുക്കൾ ശരീരത്തിൽ നിർബന്ധപൂർവ്വം കുത്തിവെച്ച് അവരെ ദാരുണമായി കൊന്നൊടുക്കി. ഇതുകൂടാതെ തടവുകാരുടെ ഓരോ അവയവങ്ങൾ മുറിച്ചുമാറ്റി എത്ര കാലം വരെ ജീവിക്കുമെന്ന് വരെ അവർ പരീക്ഷണം നടത്തി. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പോലും ഇതെല്ലാം വന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഗൈസ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.